ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും അങ്ങോട്ട് ഓടുന്നത്. അവിടെ വലിയൊരു കയറ്റാണ്. നേരത്തേക്ക് ഭയങ്കര വലിയ കയറ്റായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മളൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ കുറച്ച് താത്തി ചെറുതായിരുന്നു. പിന്നെ എല്ലാം വലിയ വണ്ടികളൊന്നും കയറില്ലായിരുന്നു. അതുപോലെ വലിയ കയറ്റായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു കയറ്റത്തിൽ ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് എല്ലാവരും അങ്ങോട്ട് ഓടുന്നത്. ചെറിയ ആക്സിഡൻ്റ് ആണ് തോന്നുന്നു. എന്തെങ്കിലും പോണം വരുന്നൊക്കെ ഉണ്ട്. ചെറിയ ആക്സിഡൻ്റ് തോന്നുന്നുണ്ട്. അതാണ് എല്ലാവരും അങ്ങോട്ട് ഓടുന്നത്. കാണുന്നുണ്ടോ? ഓർഡർ ഓർഡർ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാർണിവൽ കാണുന്നത്. ഒത്തിരി വർഷമായിക്കണു ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട്. ഒരുപാടായിക്കണു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അപ്പോൾ കണ്ടുമുട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷത്തിന് മുകളിലായി തോന്നുന്നുണ്ട്. അവൻ നാട്ടിൽ വരുമ്പോൾ ഞാനുണ്ടാവില്ല, ഞാൻ വരുമ്പോൾ അവനുണ്ടാവില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒന്നൊരു ഒരു കൂടൽ. അപ്പോൾ അതിലുള്ള വിശേഷം, അതിലുള്ള കണ്ടുമുട്ട ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളിങ്ങനെ എല്ലാവരും, യേശൻ്റെ വൈഫും എൻ്റെ വൈഫും ഞാനും, അതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു സുഹൃത്തുമുണ്ട്, അവനും വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമല്ലേ കാണാം. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ജ്യേഷ്ഠൻ്റെ ചെറിയ മോളെ പുറത്തോട്ട് വന്ന്, അപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾക്ക് ഉള്ളിലേക്ക് ഓടി. വീഡിയോ എടുക്കാതെ മനസ്സിലായപ്പോൾ ഉള്ളിലേക്ക് തന്നെ ഓടി. പിന്നെ ജ്യേഷ്ഠൻ്റെ വൈഫും എൻ്റെ വൈഫും എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ സംസാരിച്ച് വെറുതെ ടൈം പാസ് തരും. വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടുമുട്ടലല്ലേ. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ അതൊരു വേറെ ഇതല്ലേ, വൈബല്ലേ. അങ്ങനെ കുറേ സംസാരിച്ച് വാവയോടെ വാ. എന്താ ചെയ്തത് അവിടെ? എന്താ പരിപാടി? എവിടെ ഒളിച്ചിരിക്കണോ? ഇവിടെ വാ. അതെന്താ കുക്കുൻ്റെ അടുത്ത് വരൂലേ? അല്ല കുഞ്ഞാൻ്റെ അടുത്തൊക്കെ പോണ്ടല്ലോ. അതിന് കുക്ക് പുറത്തേക്ക് ഇറങ്ങണില്ല അല്ലേ? എൻ്റെ അടുത്തേക്ക് വരുമ്പോ എയർപോർട്ടിൽ നിന്ന് വന്ന് വരുമ്പോ വേഗം സെറ്റായി. എന്നാലും ഫോണിൽ കൂടെ കണ്ട അങ്ങനെ ഇതാവൂല. എന്തേ പോന്നേ കുട്ടിയെ? എന്തേ പോന്നേ? വാ. എന്റെ പൊടി ഇതപ്പോ ധരിച്ചിരിക്കണ്.
എൻ്റെ വെയിറ്റ് ആയി തുടങ്ങി. കഴിഞ്ഞ തവണ വന്നപ്പോൾ എത്ര ഉണ്ടായില്ല, ഇപ്രാവശ്യം നല്ല വെയിറ്റ് ആയി തുടങ്ങി. പിന്നെ ഇതാണ് പിന്നെ നമ്മള് പ്രോട്ടീനിന്റെ കുറവും അങ്ങനെയും വരുന്നുണ്ട്. ആ ഇപ്പൊ ഫുഡിന്റെ അതിലായിട്ടും വരുന്നുണ്ടേ. പിന്നെ വെള്ളത്തിന്റെ അതും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ തലമുടിയൊക്കെ നിറച്ചത് ഇങ്ങനെ പറയുന്നേ. നമ്മളീ നിറച്ചിട്ടുണ്ട് കുറച്ചായ ഗൾഫിലാണോരൊക്കെ കണക്കാവത്തെ വെള്ളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ തലമുടിയൊക്കെ ഞാൻ അങ്ങനെ അടുത്ത് നിന്ന് സൂം ചെയ്തെടുത്ത തലമുടിയൊക്കെ നിറച്ച്. വേഗൂട്ടി ആരും പോണില്ലേ? വേഗൂട്ടിയെ നീ ബേർഡ് കണ്ടോ? മുത്തവൻ്റെ വീട്ടിൽ ബേർഡ് കണ്ടോ? ഹലോ ബേർഡ്. ഒരു ഹായ് കൊടുത്താ, ഒരു ഹായ് കൊടുത്താ. വീടിനെ കണ്ടോ വീട്ടിൽ ശൈലിയുണ്ടോ? ഇത് വിരിച്ചുക്കണോ? കുട്ടികളുണ്ടോ? അപ്പൊ ഇനി കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ശൈലിയാണീ പറയാട്ടോ. അവര് നല്ല കൂട്ടം കൂടുതൽ അവിടെ. സംസാരം തീരുന്നേ അല്ല. എന്താണ് അത്ര പറയുന്നത്? ബ്രദറിന്റെ വലിയ മോളാ. നല്ല പഠിപ്പാ. ബുക്കൊക്കെ എടുത്ത് കാണുന്നുണ്ട്. പഠിക്കണോ? അടിപൊളിയാണല്ലോ അല്ലേ? പഠിപ്പിച്ചിട്ടാ തോന്നുന്നുണ്ട് അല്ലേ? ഇതെന്ത് പരിപാടി? ഡ്രാമയാണ്? ഡ്രാമ പഠിപ്പാ അതോ കാര്യത്തിലോ? അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യുകൊണ്ടു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടു.